എന്നാൽ ഇത്തിരി പൊസസീവ്നെസ്സും റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടി ഒരു സ്പോട്ടാണ്. അല്ല ഞാൻ ചോദിച്ചത് ഇത് നമ്മൾ ആ കാര്യം ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അല്ല ഈ തുറന്ന് പറഞ്ഞ സമയത്ത് റിപ്ലൈ എന്തായിരുന്നു? ഇത് എന്തൊരു ചെറുക്കനാ ഇത്, ഇതുപോലത്തെ സ്വഭാവമുള്ളവരുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ട്, ധാരാളം. ഒന്നാമത്തെ കാര്യം ഷോർട്ട് ടെമ്പേർഡ് ആണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ്? ഇപ്പം നിലവില് സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ നമ്മുടെ മഴവിൽ മനോരമയില് ടെലികാസ്റ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആണ്. സോ അതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത്തിരി കോമഡിയും എന്നാൽ ഇത്തിരി പൊസസീവ്നെസ്സും ഒക്കെ. റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടി ചെറിയതായിട്ടൊക്കെ, ചെറിയ തോതിലൊക്കെ, ഇച്ചിരി ഫണ്ണും എന്നാൽ ഇത്തിരി സൈക്കോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോസസീവ് ആയിട്ടുള്ള ഇത്തിരി ഒരു കുശുമ്പ് കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ. ഭയങ്കര പാവമല്ല. ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു പരിധി വരെ പാവങ്ങളാണ്, പിന്നീട് ഭയങ്കര കലിപ്പൻ ഒരു സൈസായിരുന്നു. പക്ഷെ ഇത് രസം പറഞ്ഞല്ലോ, ഒരു എൻജോയ് ചെയ്താ ഞാൻ ചെയ്യുന്നത്. ഈ സാധാരണ നമ്മൾ ഈ സീരിയലില് ഈ ഭയങ്കര ക്രൂവലായിട്ട് നിൽക്കുന്ന അമ്മായിയമ്മമാര് അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഇവര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് പാവങ്ങളാണ്. അല്ല, സീരിയല് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. എസ്പെഷ്യലി അവരിങ്ങനെ കാണുന്ന സമയത്ത് ആ സീരിയലിലെ ക്യാരക്ടറിന്റെ കൂട്ട് തന്നെ ഇവരോട് ബിഹേവ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, എൻ്റെ അടുത്ത് അത്രയും നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ പറയും ക്യാരക്ടേഴ്സ്. കൃഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. സോ കൃഷിന് തന്നെ കൺമണി കൊടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ ചോദിക്കും. കമന്റ്സിൽ നമ്മള് കുറച്ചൊക്കെ നോക്കുമ്പോഴ് ഇത് എന്തൊരു ചെറുക്കനാ ഇത്, ഇതുപോലത്തെ സ്വഭാവമുള്ളവരുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് കാണും. അല്ലാതെ റിയലിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ല. നന്നായിട്ടാ പറയുന്നത്, നല്ല രസമുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ കൂടി അത് എക്സ്പീരിയൻസ് ചെയ്തൊരു ഹോട്ടലിൽ പോയപ്പോ അവന് കൺമണിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. അത്യാവശ്യം കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മനഃപൂർവ്വം അല്ല. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മോട്ടിവേഷൻ അതുപോലെ തന്നെ അഡ്വൈസ് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉപദേശം എന്താ? ബ്രോയ്ക്കെന്നല്ല, ഞാൻ പൊതുവെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ പരിമിതമായ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നു എന്നുള്ളത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാല്, നമ്മളൊരു പരിധി വരെ നമ്മൾക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് സെൽഫിഷ് ആവുക എന്നുള്ളതല്ല, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവിനും പ്രാധാന്യം കൊടുത്ത് തന്നെ പോകണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ നമ്മൾ വല്ലവർക്കും വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മളെ മറന്നു പോകുന്ന അവസ്ഥകളിലേക്ക് പോവാതിരിക്കാൻ സെൽഫ് റെസ്പെക്ട് അത്യാവശ്യമാണ്. കുറെ കൂടെ ഒക്കെ ഒരു പരിധി വരെ ഫോക്കസ് ചെയ്യാം. അതായത് ഒരാളുടെ നിഴലായിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ഇങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പോവാതെ, ഇപ്പൊ ഒരു കൂട്ടത്തിൽ ഒരാൾ എന്നുള്ളതല്ല, ഒന്ന് മാറി സഞ്ചരിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു ഐഡന്റിറ്റി വേണം. അതിന് നമ്മൾ സെൽഫ് റെസ്പെക്ട് എന്ന് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ലൈഫിലെ ഏറ്റവും കൂടുതലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ? നെഗറ്റീവ് കുറച്ച് കാര്യങ്ങൾ അല്ലേ? അതായത് എന്റെ പേഴ്സണാലിറ്റിയിലാണോ? പേഴ്സണാലിറ്റിയിൽ ഇപ്പം എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് പറയാൻ, ഞാൻ ഒരിക്കലും നോ പറയാത്ത ഒരാളാണ്. അത് ചെയ്യുവോ ഇത് ചെയ്യുവോ എന്ന് ചോദിച്ചാലും എല്ലാം അത് ഓക്കെ എന്ന് പറയാം. അത് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ചില ആളുകളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട് പറ്റില്ല. പക്ഷെ അതൊരു ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ട്, ധാരാളം. ഒന്നാമത്തെ കാര്യം ഷോർട്ട് ടെമ്പേർഡ് ആണ് ഒരു പരിധി വരെ. ദേഷ്യം ഒന്ന് കുറയ്ക്കാം. അതായത് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു പരിധി വരെ ക്ഷമിക്കും, പക്ഷെ പരിധി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കും, നല്ല രീതിയിൽ ദേഷ്യപ്പെടും. പക്ഷെ ദേഷ്യം പെട്ടാലും പിന്നീട് എനിക്കൊരു ചിലപ്പോ റിഗ്രറ്റ് ചിലപ്പം തോന്നണം എന്നില്ല. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുമ്പോ ഇല്ല, അങ്ങനെ വലിയതായിട്ടില്ല. പിന്നെ പെട്ടെന്ന് എല്ലാവരുമായിട്ടും അങ്ങ് ഇന്ററാക്റ്റഡ് ആകും. ഞാൻ ഇടിച്ചു കയറി വീണ്ടും അറ്റാച്ച്ഡ് ആവും സംസാരത്തിലൂടെ. പിന്നെ അത് പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവും ഒന്ന്. പിന്നെ എന്താ പറയാ, ഇന്ററാക്ട് ചെയ്യും കൂടുതലായിട്ട്. അത് ഇടിച്ചു കയറി മിണ്ടാന്ന് പറയാമല്ലോ. ഒരാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തോ പേര് എവിടെയാ ഞാൻ ജസ്റ്റ് പക്ഷെ പിന്നീട് അങ്ങ് പോകെ നമുക്ക് മനസ്സിലാവും എന്തിന്റെ കേടായിരുന്നു, വേറെ ഒരു പണിയില്ല എന്നുള്ള രീതിയിൽ. ചിലരങ്ങനെ കേട്ടോ, ചിലര് പറഞ്ഞല്ലോ എവിടെയാ
ഇവിടെയാ. ഞാൻ പറഞ്ഞു, ശരി, ഏതെങ്കിലും വഴിക്കൂടെ പോകും. അതല്ല, പണ്ട് സച്ചിന്റെ അടുത്ത് ഒരാള് ചോദിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട്, വയസ്സ് ഇത്രയായില്ലേ, ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചാൽ മതി, ഒരു ജോലിയൊക്കെ മേടിച്ച് ഒരു കുടുംബമൊക്കെ വേണ്ടേ, ഗവൺമെന്റ് ജോലി ആയില്ലേ. അതെ, അത് ഈയിടയ്ക്ക് ആരോടോ ചോദിച്ചില്ല, മാത്യൂസ് അല്ലേ, ആക്ടർ മാത്യൂസ്, ജോലിയൊന്നും ആയില്ലേ. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് പിന്നെ അടുത്ത നെഗറ്റീവ്. പിന്നെ ഈ പറഞ്ഞ പോലെ നോ പറയാൻ ചില സമയങ്ങളിൽ പറ്റാറ് ഇല്ല. ചില സമയങ്ങളിൽ, അത് വളരെ റെയർ ആട്ടോ, എങ്കിലും എനിക്ക് തോന്നിയ കാര്യങ്ങളെ ഞാൻ ചെയ്യത്തുള്ളൂ. ഇതൊരു ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരം ഫീൽ ചെയ്യരുത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വാല്യൂ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നു. പല സാഹചര്യങ്ങളിലും നോ പറയേണ്ടവിടത്തെന്നല്ല, ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറും. എനിക്കിഷ്ടമല്ല, അതായത് നിർബന്ധിക്കുവാണേലും എനിക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാതെ കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ ഒരു ട്രിപ്പ് പോകുന്നു, എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതെ വേണ്ട, പിന്നെ വരാം, കുഴപ്പമില്ല, നൈസായിട്ട്. എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ കൂടുതലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളാണ്. സോളോ ട്രാവലറാണ്. ഓക്കെ, എപ്പോഴും അവൈലബിൾ ആണോ? ആര് എന്ത് കാര്യം, ഇപ്പം ഈവൻ ഫ്രണ്ട്സ് എന്ത് കാര്യത്തിന് വിളിച്ചാലും, അല്ലെങ്കിൽ ആരും എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇപ്പം എപ്പോഴും അവൈലബിൾ ആകുന്ന കുറെ ക്യാരക്ടർ ഓഫ് ആളുകളുണ്ട്. ചില വ്യക്തികൾക്ക് മാത്രം. അതിപ്പോ ഫാമിലിക്ക് നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കണമല്ലോ, തീർച്ചയായിട്ടും ഫാമിലിയാണ്, പേരൻസ് ആണ്. അതല്ലാതെ ഞാൻ തീരുമാനിക്കണം എവിടെ അവൈലബിൾ ആവണം. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, എല്ലാവർക്കും എപ്പോഴും വലിയ സഹായങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ പിന്നീട് മനസ്സിലായി, അങ്ങനെ അവൈലബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാല്യൂ പോകത്തേ ഉള്ളൂ. അവൻ ആര് വിളിച്ചാലും അവൻ അത്രേ ഉള്ളൂ. അങ്ങനെ ആവരുത്. നമ്മുടെ ഒരു വില മറ്റുള്ളവർ അവൻ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലാക്കാൻ. അതിന്റെ പേരിൽ എന്തെങ്കിലും ബിറ്റർ എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു വില തരാത്ത രീതി പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ, പിന്നെ മാറി ഒരാവശ്യമില്ല. എങ്ങനെയാ, സെൻസിറ്റീവ് ആണോ? ഒരു പരിധി വരെ. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് സന്തോഷി. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നത് മാത്രമല്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും റിയാക്ഷൻ പെട്ടെന്നായിരിക്കും. അതെ. അല്ല, അങ്ങനെ ഈ പറയുന്ന പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ നമുക്ക് വിഷമം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടവർ എന്തായിക്കോട്ടെ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെയുള്ള ഫീലിങ്സ് വരുന്നത് പൊതുവെ ശുദ്ധ മനസ്സുള്ള ആളുകൾ ആണ്. എന്തെങ്കിലും ഒരു ഭയങ്കര ശുദ്ധ മനസ്സുള്ള ഏറെക്കുറെ ജെനുവിനായിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മൈൻഡിലേക്ക് എടുക്കുന്നത്. അതല്ല ഫേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ആർക്കും പറഞ്ഞല്ലോ ഒന്നും അഫക്റ്റഡ് ആവുന്നില്ല. മൾട്ടിപ്പിൾ ക്യാരക്ടർ ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. ഞാനായിട്ട് ഈ വരുണായിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇൻഡസ്ട്രിയില് ഇപ്പൊ കുറെ നാളായി, ഏകദേശം 6 വർഷം ആവുന്നു. അഭിനയിച്ചവരോട് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞത്, നമ്മള് റൊമാൻറ്റിക് സീൻസ് അല്ലെങ്കിൽ ആ ഒരു ലവ് സീൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇന്റിമേസി അല്ലെങ്കിൽ ഇന്റിമേറ്റ് സീൻസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല. അപ്പോഴേ പോരട്ടെ, സന്തോഷം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ നമുക്കൊരു ഓൺ സ്ക്രീൻ ഒരു കെമിസ്ട്രി തോന്നിക്കണമെങ്കിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഫേക്ക് ചെയ്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. സോ അതൊരു ഇഷ്ടത്തോടു കൂടി നമ്മൾ ആ ഒരു ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ അഭിനയിക്കുന്നതല്ല, അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യാലിറ്റി വരും. ഉറപ്പായിട്ടുണ്ടോ? നമുക്കത് ആ സമയത്തേക്കേ ഉള്ളൂ. കട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങോട്ട് മനസ്സിലായില്ല. മൈ ക്വസ്റ്റ്യൻ ഈസ്, അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചു, ഓക്കെ, അവള് കൊള്ളാം, നല്ല കുട്ടി, എന്റെ ടേസ്റ്റുകൾ അറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള നല്ലൊരു കുട്ടി, സോ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം അങ്ങനെ തോന്നിയിട്ടില്ല? അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്കൊന്നും ഇതുവരെ ചെയ്ത എല്ലാ നായികമാരും ആസ് എ ഫ്രണ്ട് അതൊരു ലിമിറ്റ് ഉണ്ട്. ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നതൊരു ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കൂടെ കൂട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബാക്കിയുള്ള ദിവസങ്ങളിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പം പിന്നെ ഉള്ള തിരിച്ചറിവ് എന്ന് വെച്ചാൽ കൂടെ കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ്. അതിലേക്കാണ് എത്തിപ്പെടുന്നത്. അല്ല, കുറ്റം പറഞ്ഞതല്ല കേട്ടോ, പക്ഷെ എന്നാലും നമുക്ക് യോജിച്ചതല്ല എന്നുള്ളൊരു ബോധ്യം വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരെയും കൂടെ കൂട്ടാൻ. പിന്നെ ഓൺ സ്ക്രീനിൽ ഇന്ന നല്ല പേരാണ് എന്നൊക്കെ പറഞ്ഞത് ചാക്കോയും മേരിയും സീരിയലില്
ചാക്കോ നീലാംബരി, അതായത് മോനിഷ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. അപ്പൊ പുള്ളിക്കാരി എനിക്ക് നല്ലൊരു പേരാണ് സ്ക്രീനിൽ അത്രേ ഉള്ളു, അല്ലാതെ വേറൊന്നും ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഭാവി ലൈഫ് പാർട്ട്ണർ ഉണ്ടല്ലോ, അതായത് ഭാവി വധു, കൺസെപ്റ്റ് എന്തൊക്കെയാ? പണ്ട് ഭയങ്കര കൺസെപ്റ്റുകളൊക്കെ ആയിരുന്നു. അത് ഇങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ കാവ്യ മാധവനെ പോലെ എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഒരു മലയാളിത്തം തുളുമ്പുന്ന എന്നൊക്കെയാണ് സംഭവം. ഇപ്പൊ പിന്നെ എന്ന് വെച്ചാൽ ആരെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതല്ല, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, പറഞ്ഞ ഒരു കുറച്ച് ഫാമിലി ഓറിയന്റഡ് ആയിരിക്കണം എന്ന് കരുതി ജോബിന് പോവാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അവിടെ എന്ത് പഠിച്ചോ അവർ ആ പഠിത്തത്തിനനുസരിച്ച് ഒരു ജോബിന് പോകണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ പഠിച്ചത്, അതുകൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു ജോലി എടുക്കണം, ജോലി ചെയ്യണം പറഞ്ഞല്ലോ. അത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മളൊരു വിലങ്ങുതടിയായിട്ട് മാറാൻ പാടില്ല. അപ്പൊ അതാ ജോലിക്ക് പോകാൻ താല്പര്യം വേണം, എൻഗേജ്ഡ് ലൈക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഫാമിലിയുമായിട്ട് മിങ്കിളായിട്ട് നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ബീങ്, സോഷ്യൽ പേഴ്സൺ ആയിരിക്കണം. ഇത് ക്യാരക്ടർ വൈസ്. ഇനിയിപ്പോ എന്താ സൗന്ദര്യം സങ്കല്പം, അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കാവ്യ മാധവന്റെ കൂട്ടായിരിക്കണം ആ പണ്ട്, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പോഴത്തെ എന്തൊക്കെയാണ് സൗന്ദര്യം? ഇപ്പോഴത്തത് കുറച്ചുകൂടെ കുറഞ്ഞു, തമന്നെ പോലൊക്കെ മതി. ഓക്കെ. അപ്പൊ അതാണ് സൗന്ദര്യത്തെ കുറിച്ച്. സൗന്ദര്യമല്ലേ ചോദിച്ചുള്ളൂ. അതെ, തമന്നയുടെ ഒക്കെ അത്രയും മതി. ഓക്കെ. അപ്പൊ അതാണ് ഭാവി കിട്ടും. ഓക്കെ. ഈ സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പം ഒരു പബ്ലിക്കിൽ പോകുന്നതാണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യത്തിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ ആഫ്റ്റർ ഒരു സെലിബ്രിറ്റി ലൈഫിന് ശേഷം ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പഴയ ലൈഫ് ഉണ്ടല്ലോ, അതായത് പണ്ട് ഇതിനൊക്കെ മുമ്പ് നമുക്ക് കവലയിലൂടെ പോയതും, ബിഎഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. അതിന് മുന്നേ ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം പ്രാധാന്യം കൊടുത്തു. പഠിത്തം മാത്രമായിരുന്നു എന്റെ എയിം. അത്യാവശ്യം നല്ല പഠിപ്പിച്ചായിരുന്നു, നല്ല പഠിപ്പിച്ചായിരുന്നു. അപ്പോ പിന്നീട് എന്റെ കൂടെ പഠിച്ചവര് പോലും ഒരു പക്ഷേ വിചാരിച്ച് കാണത്തില്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അങ്ങനെ സ്റ്റേജിലൊന്നും കയറി. എന്നാൽ എനിക്ക് നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, എങ്കിലും ഒരു ഉൾവലിഞ്ഞ ഒരാള് തന്നെയായിരുന്നു. അത്ര ഭയങ്കര പറഞ്ഞല്ലോ ഒരു അലറി വിളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും അങ്ങനെ ഒരു ആളല്ല. എങ്ങനെ ആ വ്യക്തി ഇങ്ങനെ ഫീൽഡിലേക്ക് വന്ന് അഭിനയിക്കുന്നു എന്നുള്ളത് ഒരു പരിധി വരെ എന്റെ കൂടെ പഠിച്ചവർക്ക് അത്ര വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എടാ നീ ഇങ്ങനെ, പിന്നെ അത് അക്സെപ്റ്റ് ആയി. ഓക്കെ. ഈവൻ എനിക്ക് പോലും ചിലപ്പോൾ സർപ്രൈസിങ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം വെച്ചാൽ ഓക്കെ എങ്ങനെയൊക്കെയോ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ദൈവാനുഗ്രഹം തന്നെയാ കേട്ടോ. അല്ല, അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടോ? അതായത് മനസ്സിലായി. അപ്പൊ അത് മിസ് ചെയ്യുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പൊ യൂസ്ഡ് ആയി, പക്ഷെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാരും തിരിച്ചറിയുന്നതും വരണം, പരിചയപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ക്രൗഡിൽ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജസ്റ്റ് ഒന്ന് ചിരിച്ചാലും സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു പറഞ്ഞല്ലോ ഭയങ്കര ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലല്ല. നമ്മളെ അവരുടെ വീട്ടിലൊരു അംഗമായിട്ട് മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ പരസ്പരം ഒന്ന് അംഗീകരിച്ച് സ്നേഹമായിട്ട് ഇടപെടാം. സ്നേഹം തെറ്റല്ലല്ലോ, സ്നേഹമായിട്ട് ചില അമ്മമാര് വരും, ചേച്ചിമാര് വരും. അപ്പൊ അവര് മോനെ എന്നുള്ള പറഞ്ഞല്ലോ, നമുക്ക് ചിലപ്പോൾ അവരെ അറിയണം എന്നില്ല, അവര് നമ്മളെ അവരുടെ വീട്ടിലെ അംഗം പോലെ കരുതിയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുക. അവർക്ക് വേണ്ട ഒരു റെസ്പെക്റ്റും അവര് പറഞ്ഞല്ലോ, അവര് നമ്മൾക്ക് തരുന്നൊരു റെസ്പെക്റ്റിന് തിരിച്ച് ഉറപ്പായിട്ടും റെസ്പെക്റ്റും സ്നേഹവും അതേപടി കൊടുക്കാറുണ്ട്. അതെന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മള് പഴയ കോളേജൊക്കെ വിടുന്ന സമയത്ത് കോളേജിന്റെ മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ കോളേജ് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ബസ്സിന് കയറി പോകാൻ. ഓക്കെ. അപ്പൊ അങ്ങനെ നിന്നിട്ടില്ല? ഇല്ല. കൺഫേം ആണേ? ഉറപ്പാണ്. ഇത് നമുക്ക് എവിടെങ്കിലും വെച്ച് നമുക്ക് ഇതിന്റെ തെളിവുകളൊക്കെ കിട്ടും. സത്യം. ഓക്കെ, ശരി. അപ്പം അങ്ങനെ ഒന്നും നിൽക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു അത്രയും അങ്ങനെ മിസ് ചെയ്യാത്തത്. പക്ഷെ ഇനിയിപ്പോ വീട്ടിലാണെങ്കിൽ എനിക്ക് ഒരു റൂമിൽ അടച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും പറഞ്ഞാല് ആൾക്കാരൊക്കെ കണ്ട്, കാരണം ഒരു 10-60 പേരോളം വരുന്നൊരു യൂണിറ്റ് ആണല്ലോ ഒരു സിനിമയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ അത്രയും ആൾക്കാരെ ദിവസവും ഇങ്ങനെ കണ്ടുവരുമ്പോ പിന്നീട് ആരും ഇല്ല, അനക്കമില്ല, കുറച്ച് ഒരു ശബ്ദങ്ങളൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻ, ബോറടിക്കും. പഠിക്കുന്ന സമയത്ത് പ്രണയം ഉണ്ടായിരുന്നോ?
ക്രഷ് തോന്നിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ സീരിയസ് പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അതിനുശേഷം മറ്റൊരു കാര്യം, ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? തലനാരിലേക്ക് രക്ഷപ്പെട്ടു. ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാല് എടുത്തു പറയാൻ ഇപ്പം റുമാലി റോളുണ്ട്, ചിക്കൻ റോൾ, റുമാലി റോളും എന്തെങ്കിലും ഫ്രഷ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയുള്ളവരും കുക്ക് ചെയ്യോ? പണ്ട് കുക്ക് ചെയ്യായിരുന്നു, പക്ഷെ എല്ലാം പണ്ടാണല്ലോ, ഇപ്പൊ ഒന്നും ചെയ്യാറില്ലേ? സമയം കിട്ടുന്നില്ല. അല്ല, എന്തായിരുന്നു പണ്ട് കുക്ക് ചെയ്യുന്ന ഏറ്റവും കിടിലൻ ഫുഡ് ഏതായിരുന്നു? മുട്ടക്കറി എന്നൊന്നും പറയരുത്. ഇല്ല, അത്യാവശ്യം എനിക്ക് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യനെ അടുക്കളയിൽ കാണരുത്, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഒരാളെയും കാണരുത്, എനിക്ക് വേണ്ട, ആരെയും വേണ്ട. അതെന്താ അങ്ങനെ? എനിക്ക് കോൺസെൻട്രേഷൻ വേണം. ശരി. എന്നിട്ട് ഒരു റെസിപ്പി എടുക്കുവാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ പല റെസിപ്പീസ് നോക്കും. സോ അതിൽ ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കും. അതിൽ ഏറ്റവും അത്യാവശ്യം എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഏറ്റവും നന്നായിട്ട് തോന്നിയത് ക്യാരറ്റ് ഹൽവ. ഈ സ്വീറ്റിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. സ്വീറ്റ്സ് ഞാനിപ്പം കഴിപ്പ് അങ്ങനെ അധികം ഇല്ല. പിന്നെ ഷുഗർ കട്ട് അതൊക്കെ ഒരു ട്രെൻഡിങ് ആണല്ലോ. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട ഫുഡിന്റെ കാര്യം സ്വീറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നോൺ നല്ല സ്വീറ്റ്സ് ആയിരുന്നു കൂടുതൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നത്. നോൺ വെജ് ചിക്കൻ കഴിക്കും, ബീഫ് ഒന്നും അധികം ഞാൻ അങ്ങനെ കഴിക്കാറില്ല, വലിയ താല്പര്യം ഇല്ല. പിന്നെ നോൺ വെജിനേക്കാൾ ഉപരി വെജ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണല്ലേ? പ്യൂർ വെജ് ആണോ സന്തോഷം. ഒരു സദ്യ കിട്ടിയാല് ഭയങ്കര ഹാപ്പിയാ. പായസം, ഒരു 4-5 കൂട്ടം പായസം ഒക്കെ ചേർത്ത് നമ്മുടെ കേരള സദ്യ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാ. അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാൻ വന്നത്, അതായത് ഒരാളോട് ക്രഷ് തോന്നിയിട്ട് അത് പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല. എല്ലാരോടും പറഞ്ഞു? എന്തായിരുന്നു ക്രഷ്? ആരോടൊക്കെ തോന്നി അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ഇയാള് ഓക്കെ നന്നായിട്ട് തോന്നി. ഞാൻ പറഞ്ഞത് സ്കൂൾ ടൈമാ. കോളേജ് ടൈമിൽ അങ്ങനൊന്നും കൂടുതലൊരു പഠിപ്പ് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നല്ലതാണെങ്കിൽ അവരുടെ ഓപ്പൺ ആയിട്ട്, നമ്മൾ ഈ ഇൻഡയറക്റ്റ് വേണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അത് ഓപ്പൺ ആയിട്ട് പറയുന്നു. അല്ലാണ്ട് ഈ പറഞ്ഞല്ലേ ക്രഷ് എന്തിനോടും തോന്നാലോ, എന്തിനോടും തോന്നാം. പറഞ്ഞല്ലോ, ചിലപ്പം അത് ഇഷ്ടമാണ്, ചില സ്ഥലങ്ങളോട് ക്രഷ് അടിക്കാം, അങ്ങനെ എങ്ങനെ ചിന്തിക്കാമല്ലോ. മനസ്സിലായി. എനിക്ക് സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു ഇഷ്ടം. സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ഞാൻ വരയ്ക്കുമായിരുന്നു. അപ്പൊ അത്യാവശ്യം ഇങ്ങനെ കാമായിട്ട് അവിടെ ഇരുന്ന് വരയ്ക്കുമ്പം സന്തോഷം. സ്പോട്ടാണ്. അല്ല, ഞാൻ ആ കാര്യം ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ തുറന്നു പറഞ്ഞ സമയത്ത് റിപ്ലൈ എന്തായിരുന്നു? താങ്ക് യു പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെന്ത്? അതെ, അല്ല ഞാൻ ചോദിച്ചതാണ്. സാധാരണ നമുക്ക് ഇങ്ങനെ ക്രഷ് ഒക്കെ തോന്നി നമ്മളിപ്പോ ഒരാളോട് ഇങ്ങനെ തുറന്നു പറയാം. ഞാൻ ആ പറയുന്ന ടോൺ എന്ന് പറഞ്ഞാല് മാന്യമായിട്ടുള്ള രീതിയിൽ, വേറെ ഒരു എല്ലാരും അങ്ങനെ തന്നെ പറയുന്നേ. എല്ലാരും ഒരാളോട് ക്രഷ് തോന്നി, ഇപ്പൊ ഒരു പെൺകുട്ടി വരിക, ആ പെൺകുട്ടിയോട് എനിക്ക് തോന്നി ഒരു ക്രഷ് തോന്നിയെങ്കിൽ ഞാൻ ചെന്ന് പറയാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ, നൈസ് ആയിട്ടുണ്ട്, അടിപൊളി, എനിക്ക് ഇഷ്ടമാണ്, എല്ലാരും ഇങ്ങനെ പറയാ. പിന്നെ അത് അവിടുന്നുള്ള റിപ്ലൈ അനുസരിച്ചിട്ടാണ് ബാക്കി. താങ്ക് യു പറയും, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് പറയും എനിക്ക് ഒരു ബ്രദർ പോലെയാണ്. പിന്നെ അവിടുന്ന് ശരിയെന്നല്ലോ പറയണം. 365 പേരാ ഇപ്പൊ ഇങ്ങനെ പറയുന്നതല്ലേ, ബ്രദർ പോലെ. അപ്പൊ അത് പറഞ്ഞത്. പിന്നെ ഒന്നും സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. ഞാൻ എന്റെ കൺസെപ്റ്റ് അന്നും ഇന്നും ഒരു ലവ് ആഫ്റ്റർ മാരേജ്. ലവ് ആഫ്റ്റർ മാരേജ്, അതാണ് എന്റെ കോൺസെപ്റ്റ്. അടിപൊളി, അതല്ലേ രസം? അതും രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ലവ് അഫെയർസും അല്ലെങ്കിൽ പറഞ്ഞല്ലോ എല്ലാം ഒന്നും സക്സസ്ഫുൾ ആവണം എന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ അങ്ങ് വീട്ടുകാരെ ഏൽപ്പിച്ചു, നിങ്ങളായിട്ട് നിങ്ങളുടെ പാടായി. അല്ല, ഇപ്പൊ എന്താണ് കറണ്ട് സ്റ്റാറ്റസ് കല്യാണത്തിൻ്റെത്? സസ്പെൻസ് ഉണ്ട്, വഴി അറിയിക്കാം. ആണ്. ഉടനെ പ്രതീക്ഷിക്കാമോ? നോക്കാം. ഓക്കെ, അപ്പൊ വീട്ടുകാരാണ് ഫുള്ള് കല്യാണം എല്ലാം ഫാമിലിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെടണം, എന്നാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും അല്ലെങ്കിൽ ഇന്ന ആള് കൊള്ളാമെന്ന് തോന്നിയാലും വീട്ടുകാരോട് ഞാൻ ഷെയർ ചെയ്യും. വീട്ടുകാരറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും അത്യാവശ്യം എല്ലാം ഡിസ്കസ് ചെയ്യും. കാരണം ഞാൻ ഒറ്റ മോനാണ്. അപ്പം അവരോട് ഫ്രണ്ട്സിനോടൊക്കെ കുറച്ചുകൂടെ പറഞ്ഞല്ലോ ഒരു കണക്റ്റഡ് ആണ് എല്ലാവരും. അല്ല, ഞാനും ആക്ച്വലി അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് മാരേജ് എന്നൊക്കെ പറയുന്നത്.
അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി പറയും, ഓ നീ കണ്ടുപിടിച്ചതല്ലേ. അതെ, നിന്റെ സെലക്ഷൻ ഇത് ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പറയാലോ. മൊത്തത്തിൽ പറയാലോ. ഞാനും അതാ ഉദ്ദേശിച്ചത്. എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഇഷ്ടം. അത് തന്നെ. ഓക്കെ, ഈ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അതില് എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറുകൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? കൂടുതലൊരു പെർഫോമൻസിന് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് ശരിക്കും അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയാൽ നന്നാവും. എനിക്ക് പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റാണ്. എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാം എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഈവൻ ചാക്കോ എന്ന് പറഞ്ഞൊരു ബ്ലൈൻഡ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അത് കിട്ടിയപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എന്താണ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ റെഫറൻസ് എടുത്തു, ഗുരു, പിന്നെ നമ്മുടെ വസന്തി ലക്ഷ്മിയും, പിന്നെ ഞാനും. അത് മണിച്ചേട്ടന്റെയും ലാലേട്ടന്റെയും ഒക്കെ മൂവീസ് കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ഒരു ബ്ലൈൻഡ്നെസ് ഫീൽ ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടി. അപ്പൊ അങ്ങനെ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അധ്യാപകനാണല്ലോ, അപ്പം ഒരു ആക്ടറാണ്, അധ്യാപകനാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഇത് രണ്ടുമല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും പ്രൊഫഷണലി പോവുക? ഞാൻ +2 കഴിഞ്ഞ നാളെ തൊട്ട് എന്റെ ആഗ്രഹം ഒരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അത് ഇപ്പോഴും ഞാൻ വീട്ടുകാരോട് കുറ്റം പറയാറുണ്ട്, അവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാറുണ്ട്. അന്ന് നിങ്ങൾ എന്നെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ഡോക്ടർ ആയാൽ പോലും എനിക്ക് ഈ ഒരു ആക്ടിങ്ങോടുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞ് വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം എത്തിയല്ലോ, നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മള് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല അഭിനയത്തിലേക്ക് വരുമെന്ന്. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും തമ്മിൽ വ്യത്യാസമാണല്ലോ. അതെ. അപ്പൊ ഈ രണ്ട് ഇതല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ, ഒന്നെങ്കിൽ ഒരു ദന്തിസ്റ്റ് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു നോക്കിയത്. താല്പര്യം കുറെ നോക്കി, പിന്നെ എന്തോ സെറ്റ് ആയില്ല. പിന്നെ അതെ, പക്ഷെ ഇപ്പൊ ഹാപ്പിയാണ്, കംഫർട്ടാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ടീച്ചിങ്, ഇപ്പൊ എന്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ്. അപ്പൊ ആ ഇംഗ്ലീഷിലൊരു ലിറ്ററേച്ചറാണ് ഞാൻ എടുത്തത്. അപ്പൊ അതിൽ കുറെ ഡ്രാമ, പോംസ്, സ്റ്റോറീസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇത് പഠിപ്പിക്കുമ്പോഴും ഞാൻ അത്യാവശ്യം എക്സ്പ്രസീവായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു മോഡുലേഷനിലൂടെയും ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു പോവാം. അപ്പൊ അതിലും ആക്ടിങ് ഉണ്ട്. ഈ ടീച്ചിങ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ആക്ടിങ്ങിന്. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത്. കോളേജിലാണ് പഠിപ്പിച്ചത്, 4 വർഷം മുസ്ലിയാർ കോളേജിലായിരുന്നു. പിന്നീട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ബിംസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ടിജൂസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഒരു പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യുക, കൺവേ ചെയ്യുക, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. സോ ആക്ടിങ്ങിൽ എന്താ, ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഇൻവോൾവ് ചെയ്ത് ആ സംഭവം പ്രസന്റ് ചെയ്യുക. സോ രണ്ടും പ്രസന്റേഷൻ. അപ്പൊ ടീച്ചിങ് ആക്ടിങ്ങിനും, ആക്ടിങ് ടീച്ചിങ്ങിനും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ, എന്തായാലും ലൈഫിൽ ഒരുപാട് സക്സസിലേക്കൊക്കെ എത്തട്ടെ. താങ്ക് യു സോ മച്ച്.